വിപ്ലവമണ്ണിലെ രാഷ്ട്രീയ പോരിന് പുതിയ ഭാവം നൽകി വടകര നിയമസഭാ മണ്ഡലം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. 2021 ചരിത്ര വിജയത്തിന് ശേഷം സിറ്റിംഗ് എംഎൽഎ കെ രമ UDF-നായി രണ്ടാമംഗത്തിന് ഇറങ്ങുകയാണ്. കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ മുതിർന്ന RJD നേതാവ് MK ഭാസ്കറിനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് കരുത്ത് കാട്ടാനാണ് NDAയുടെ ശ്രമം. വിപ്ലവ പാരമ്പര്യവും വൈകാരിക രാഷ്ട്രീയവും എന്നും നെഞ്ചിലേറ്റുന്ന വടകര മറ്റൊരു നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. TP ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ വോട്ടായി മാറിയ 2021 ചരിത്ര വിജയത്തിന് ശേഷം സിറ്റിംഗ് MLA കെ രമ രണ്ടാം അംഗത്തിനായി വടകരയിൽ കച്ചമുറുക്കി കഴിഞ്ഞു. RMPI UDF സഖ്യത്തിന്റെ കരുത്തിൽ രമ കളം നിറയുമ്പോൾ നഷ്ടപ്പെട്ട വിപ്ലവ മണ്ണ് തിരിച്ചുപിടിക്കാൻ LDF ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് മുതിർന്ന RJD നേതാവ് MK ഭാസ്കരനെയാണ്. പതിറ്റാണ്ടുകളോളം സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷത്തിന്റെയും ഉരുക്കുകോട്ടയായിരുന്നു വടകര. എന്നാൽ 2012 TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറി. 2021 7491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ രമ വടകരയിൽ ചരിത്ര വിജയം നേടിയത്. ഇത്തവണയും RMPI കോൺഗ്രസ് ലീഗ് സഖ്യം ഒന്നിച്ചാണ് രമയ്ക്കായി രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും വടകര MP ഷാഫി പറമ്പിലിന്റെ ജനപ്രീതിയും മണ്ഡലത്തിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് UDF വിലയിരുത്തൽ. നല്ല പ്രതികരണമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാടിൻ്റെ സുഖത്തിനും ദുഃഖത്തിനും ഒപ്പം നിൽക്കാനും ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം നടത്താനും ഒക്കെ MLA എന്ന നിലയ്ക്കുള്ള പരമാവധി പ്രവർത്തനം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലാപ്സായി പോയ ഫണ്ടുകൾ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വടകരയ്ക്ക് നിരവധിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരനാണ് വടകരയിൽ LDF സ്ഥാനാർത്ഥി. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും വടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള MK ഭാസ്കരന്റെ പ്രാദേശിക ബന്ധങ്ങൾ വോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ജനതാദൾ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഭിന്നത പരിഹരിക്കാനും സോഷ്യലിസ്റ്റ് വോട്ടുകൾ ഏകീകരിക്കാനും ഭാസ്കരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് LDF കരുതുന്നു. വികാരപരമായ ഇത്തരം കാര്യങ്ങളല്ല ജനങ്ങൾ നേരിട്ട് കാണുന്ന അവരുടെ അനുഭവങ്ങൾ പ്രയാസങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തായിരിക്കും. മൂന്നാം പ്രാവശ്യവും ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരം വരും. അതിൻ്റെ ഭാഗമായി വടകര മണ്ഡലത്തിൽ നല്ല വിജയം ഉണ്ടാവുകയും ചെയ്യും. LDF ഗവൺമെൻറ് കാലത്ത് 2016 ആരംഭിച്ചിട്ടുള്ള നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ ഒരു പരിധിവരെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ഇനിയും അത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. 2021 10,000-ൽ പരം വോട്ടുകൾ നേടിയ BJP ഇത്തവണ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി BJP ഇത്തവണ വടകരയിൽ രംഗത്തിറക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് K ദിലീപിനെയാണ്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ഗുണകരമാകുമെന്നതും പ്രസക്തമാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മൊത്തത്തിൽ ജനങ്ങൾ BJP ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ജനങ്ങളെ മനസ്സ് മാറിയിട്ടുണ്ട്. അത് വടകരയിലും പ്രതിഫലിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം. വടകരയുടെ കച്ചവടത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായിരുന്നു. ഇന്ന് ഏകദേശം അത് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വടകരയുടെ പഴയ പ്രൗഢി തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെയാണോ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റുക ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ട് വടകരയുടെ സമഗ്രമായിട്ടുള്ള വികസനമാണ് NDA ലക്ഷ്യം വെക്കുന്നത്. മണ്ഡലത്തിൽ പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. വടകര നഗരസഭയും ചേറോട് പഞ്ചായത്തും LDF ഭരണത്തിന് കീഴിലാണെങ്കിലും ഒഞ്ചിയം ഏറാമല പഞ്ചായത്തുകൾ നിലനിർത്താൻ UDF RMP സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഴിയൂർ പഞ്ചായത്ത് LDF തിരിച്ചുപിടിച്ചതും രാഷ്ട്രീയമായി വലിയ ചർച്ചയായിരുന്നു. ഷാഫിക്കൊപ്പം ബെൻസൻ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.